നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. റബ്ബർ വിലയിൽ ഉണർവ്, വിദേശത്തും വില മെച്ചം. വിദേശ വില കൂടുന്ന തോതിൽ റബ്ബർ ആഭ്യന്തര വിലയിലും ഉണർവ്. RSS 4 ഗ്രേഡിന് 213 രൂപ, RSS 5-ന് 209 രൂപ നിരക്കാണ് ഇന്നലെ റബ്ബർ ബോർഡ് വില. റബ്ബറിന് ആവശ്യക്കാരേറിയതോടെ ഇന്നലെ 215 രൂപയ്ക്ക് വരെ ഡീലർമാർ ഷീറ്റ് വാങ്ങി. വിദേശ വില ഇന്നലെ കിലോയ്ക്ക് 3 രൂപ വരെ വർദ്ധിച്ച് 216 രൂപയിലെത്തി. വരും ദിവസങ്ങളിലും വില കയറുമെന്നാണ് വിപണി സൂചന. 2011 ഏപ്രിൽ 5-ന് കിലോയ്ക്ക് ലഭിച്ച 243 രൂപയും 2024 ഓഗസ്റ്റ് 10-ന് ലഭിച്ച 247 രൂപയുമാണ് ഇതുവരെയും റബ്ബറിനുണ്ടായ ആഭ്യന്തര റെക്കോർഡ് വില. നിലവിലെ സാഹചര്യത്തിൽ റബ്ബർ വില കിലോയ്ക്ക് 230 രൂപ കടന്നേക്കുമെന്നാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ. ടയർ കമ്പനികൾ വലിയ തോതിൽ ഷീറ്റ് സംഭരിക്കുന്നുണ്ട്. വേനൽ മാസങ്ങളിലും മഴക്കാലത്തും ഉണ്ടാകുന്ന ക്ഷാമം മുന്നിൽ കണ്ടാണ് കമ്പനികൾ പരമാവധി ഷീറ്റ് സംഭരിക്കുന്നത്. ലാറ്റക്സ് വില 200 രൂപയിലേക്കും ഒട്ടുപാൽ വില 145 രൂപയിലേക്കും ഉയർന്നിട്ടുണ്ട്. കാലാവസ്ഥയിലെ പെട്ടെന്നുള്ള മാറ്റം തേയില ഏലം കർഷകർ ആശങ്കയിൽ. കേരളത്തിലും തമിഴ്നാട്ടിലും പകൽ താപനില ഉയർന്നതോടെ തേയില തോട്ടങ്ങളിൽ കൊളുന്തുനുള്ള് മന്ദഗതിയിലേക്ക്. 2 സംസ്ഥാനങ്ങളിലും മഴ കുറഞ്ഞതിനൊപ്പം ചൂടിൻ്റെ കാഠിന്യം വർദ്ധിച്ചത് പുതിയ ഇലകൾ കിളിർക്കുന്നതിന് കാലതാമസം നേരിടുന്നുണ്ട്. നിലവിലെ കാലാവസ്ഥ കണക്കിലെടുത്താൽ മുന്നിലുള്ള 2 മാസം തേയില ഉൽപ്പാദനം ഗണ്യമായി കുറയാം. വൻകിട തോട്ടങ്ങൾ കരുതൽ ശേഖരം വിൽപ്പന നിയന്ത്രിച്ചാൽ നിരക്ക് ഉയരുമെന്ന പ്രതീക്ഷയിലാണ് ചെറുകിട കർഷകർ. കൊച്ചി, കുന്നൂർ ലേല കേന്ദ്രങ്ങളിൽ ലീഫ് ഡസ്റ്റ് തേയിലകളുടെ വരവ് ചുരുങ്ങിയതിനിടയിൽ പാക്കറ്റ് നിർമ്മാതാക്കൾ ലേലത്തിൽ പിടിമുറുക്കിയതോടെ കയറ്റുമതിക്കാരും സജീവമായി. റംസാൻ കാല ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് അറബ് രാജ്യങ്ങൾ ഇതിനകം തന്നെ തേയിലയ്ക്ക് കച്ചവടങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾക്ക് പുറമെ CIASഉം രംഗത്ത് അണിനിരന്നതോടെ വിവിധ ഇനങ്ങളുടെ നിരക്ക് കിലോ 5 മുതൽ 10 രൂപ വരെയും കൊച്ചി ലേലത്തിൽ ഉയർന്നു. ആ പണിക്കിനി ജോലിക്കാരെ അന്വേഷിക്കേണ്ട, 5 മിനിറ്റിൽ ജോലി തീർക്കും. തെങ്ങ് കയറാനും യന്ത്രം. പ്രതികൂല കാലാവസ്ഥയിൽ ഒട്ടുമിക്ക ഏലത്തോട്ടങ്ങളും നിർജീവാവസ്ഥയിലേക്ക്. ചൂട് മറികടക്കാൻ വൻകിട തോട്ടങ്ങൾ ജലസേചന മാർഗങ്ങൾ ആരാഞ്ഞു തുടങ്ങി. മഴയുടെ അഭാവം ശരങ്ങളെ തളർത്തുന്നത് തടയാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് കർഷകർ. ഇതിനിടയിൽ ഇന്നത്തെ ലേലത്തിന് ഇറങ്ങിയ കേവലം 34,763 കിലോ ഏലക്ക മാത്രമാണ്. ഇതിൽ 33,799 കിലോയും ആഭ്യന്തര വിദേശ ഇടപാടുകാർ തിടുക്കത്തിൽ ശേഖരിച്ചു. ശരാശരി ഇനം ഏലക്ക കിലോ 2,449 രൂപയിലും മികച്ച ഇനങ്ങൾ 2,924 രൂപയിലും ലേലം നടന്നു. സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില സ്റ്റഡിയാണ്. അതേസമയം തമിഴ്നാട്ടിൽ നാളികേര ഉൽപ്പന്നങ്ങൾ അല്പം സമ്മർദ്ദത്തിലും. കാങ്കയത്ത് എണ്ണ വിലയിൽ മാറ്റമില്ലെങ്കിലും മില്ലുകാരിൽ നിന്നുള്ള ഡിമാൻഡ് മങ്ങിയതോടെ കൊപ്രയ്ക്ക് 100 രൂപ താഴ്ന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.